മായ. മേടക്കണ്ടത്തിൽ മഴ ചാറിത്താവുകിലേ. എന്താടോ നാണു ചാത്തന്റെ പാട്ടിനൊരു തളർച്ച? കിഴക്ക് വെള്ളം കയറി തുടങ്ങിയില്ല. വിളക്ക് വെയിലിന് ചൂട് കൂടുകയും ചെയ്യുമ്പോ പാട്ടിനും ചൂട് വരും. തമ്പ്രാൻ വിളക്കും പിടിച്ച് താനിങ്ങനെ പിന്നോട്ട് നടന്നാലോ? മുന്നോട്ട് വരിക. പകലേ തെളിയാത്ത കണ്ണ. മേടക്കാറ്റ് പേടിച്ചാ പിന്നെ കിടന്നത്. ഓ, അതും കുറ്റമായാവോ? ഞാൻ വന്നേക്കാം. ആ വിളക്ക് കെടാതെ നോക്കുക. അയ്യോ, കെട്ടു. കൊരങ്ങൻ പോയി കത്തിച്ചിട്ട് വാടാ. അത് തമ്പുരാൻ ഇവിടെ തന്നെ നിക്കണേ. പടവിന് വഴുക്കലുള്ളതാ. മാളൂമേ, മാളൂമേ. ഓ, ഇവിടെ കിടന്നല്ലാതെ പോയി കത്തിച്ചിട്ട് വരാൻ. വന്നു കഴിഞ്ഞു. ആരാ ഈ നേരത്തെ ഇവിടെ? ആരാണെന്നാ ചോദിച്ചത്? ഞാനാ. ഓ, നീയോ? ആരുമില്ലാത്തപ്പോ അവസാനം നീ കാണൂ. വരൂ. പടവിനൊക്കെ നല്ല വഴുക്കല്. ഞാനില്ലേ കൂടെ? ഓം ഭൂർഭുവസ്വഃ ഓം തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം തത്സവിതുർവരേണ്യം. തമ്പുരാനെ, വല്യമ്പുരാനെ. അയ്യോ, ഇതെവിടെ പോയി? മാളോമേ, ഒന്ന് നോക്കി. ഇനി തനിച്ചിറങ്ങി അപകടം വല്ലതും. തമ്പുരാനെ, തമ്പുരാനെ. കിടന്ന് കൂവി വിളിക്കണ്ട, ഞാനിവിടെ ഉണ്ട്. അല്ല, കുളിയും ജപവും ഒക്കെ കഴിഞ്ഞോ? ഇരുട്ടത്ത് ഈ പടമൊക്കെ തനിച്ചിറങ്ങി. എനിക്കങ്ങോട്ട് വിശ്വസിക്കാനേ ആകുന്നില്ല. നല്ല വെളിച്ചത്തിൽ നമ്മളിറങ്ങിയാലേ തെന്നി വീഴുന്ന പടവ്. അവിടെയാണ് കണ്ണുപാതി കാണാത്ത വല്യമ്പുരാൻ. അത് ഒറ്റയ്ക്ക് വിശ്വസിക്കാനേ ആകുന്നില്ല. മനുഷ്യന്മാർക്ക് വിശ്വസിക്കാനാകാത്ത ഒരുപാട് ഇവിടെ ഉണ്ട് നായരെ. താൻ പുതിയതായതുകൊണ്ടാ ഈ വല്യമ്പുരാൻ തനിച്ചിരുന്ന് സംസാരിക്കുന്നത്. ആരോടാണെന്നാ? ഓ, ആദ്യ വയസ്സായതുകൊണ്ട്. അല്ല, ആത്മാക്കളോടാ. ആത്മാക്കളോ? ആ, മരിച്ചവരുടെ. ഇപ്പം മനസ്സിലായോ? അരണ്ട വെളിച്ചത്തില് പുഴയില് കുളിച്ചു കയറിയത് എങ്ങനെയാണെന്ന്? അവള് കൂട്ടിനെ അന്ന് കാണും. അവളോ? ആ മായ. മായ? മായ. ഓ, ഇങ്ങനെയുണ്ടോ ഒരു മുറ്റം? അടിച്ചാലും അടിച്ചാലും തീരൂല. തെക്കുന്ന് അടിച്ചു കൂട്ടി വടക്കെത്തണ്ട. തെക്കേറ്റത്ത് വീണ്ടും വീണിട്ടുണ്ടാവും പെട്ടലം. എന്താ മാളവമ്മ നേരം വിളിക്ക ചത്രയോടൊരു കിന്നാരം പറിച്ചില്? പിന്നെ കിന്നാരം പറയാൻ കെട്ടിയ നായരല്ലേ മുറ്റത്ത് കിടക്കണത്? എന്റെ നായരെ ഒന്ന് നോക്കിയേ. ഇന്നലെ അന്തിക്ക് തൂത്തു തെളിച്ച മുറ്റമാണ് ഇതെന്ന് കണ്ടാൽ ആരെങ്കിലും പറയുവോ? ഇങ്ങനുണ്ടോ ഒരു ഇലവൊഴിച്ചില്? മുറ്റം നിറയെ മാവും പ്ലാവും ഒക്കത്തിനും പ്രായം വല്യമ്പരാനേക്കാൾ കൂടുതലും. കുഴിയാതിരിക്കുവോ പിന്നെ? കുറെ എണ്ണങ്ങൾ അങ്ങോട്ട് വെട്ടി തെളിച്ചിരുന്നേര് എന്റെ നടുവിനൊരാശ്വാസമായേനെ. മുറ്റത്തും മുറിക്കകത്തും കുറച്ച് വെളിച്ചവും വീണേനെ. അതും പറഞ്ഞോണ്ട് വല്യമ്പരാന്റെ അടുത്തേക്ക് ചെന്നേക്ക്. വെട്ടിയരിഞ്ഞിടുന്നതേ നിങ്ങളെ ആയിരിക്കും. നല്ല മൂപ്പുള്ള മരങ്ങള്. മാപ്പിളമാര് വന്ന് കാശത്ര പറഞ്ഞതാ. ഒക്കെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കട്ടെ. എന്റെ കാലം കഴിയുന്നതോടെ
തൂത്തു തെളിക്കാൻ ആളില്ലാതെ ചപ്പില മൂടി ഇത് തീരും. 10-15 ബാല്യക്കാരെ അന്തി നോക്കാതെ പണിതരുന്നിടത്ത് ഇപ്പൊ ഞാൻ ഒരുത്തി കിടന്ന് ഉരുളണത്. വയ്യ എന്റെ ഭഗവതിയേ, വയ്യാണ്ടായി. അന്നോട്ടെ, അതിന് ഞാനിപ്പോ എന്താ പറഞ്ഞത്? അല്ല, നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ. അല്ല, വെയിലുച്ചയിലെത്തിയാലും മുറ്റടിച്ച് കഴിയില്ലാന്നുണ്ടോ? ഇപ്പൊ കഴിയും. അടിച്ചടിച്ച് അന്തിയാക്കണ്ട. അകത്തിന്ന് പണി അധികണ്ട്. വടക്കിനിയും വലിയ മുറിയും ഇന്ന് തൂത്തു വെടിപ്പാക്കിയിടണം. ഓ, ആളൂന് ഒരു കൈ സഹായത്തിന് നാണുവിനെയും കൂട്ടിക്കൊള്ളുക. ഓ, ഇനി അതിന്റെ ഒരു കുറവ് കൂടിയേ ഉള്ളൂ. മാളു വല്ലതും പറഞ്ഞോ? ഞാൻ തനിച്ച് തന്നെ ചെയ്തോളാന്ന് പറയായിരുന്നേ. എന്നാ വൈകിക്കണ്ട, അകത്തേക്ക് പോയിക്കൊള്ളുക. ഈ വലിയ മുറി ഇന്നിപ്പം തുറക്കാൻ വിരുന്നുകാരെങ്കിലും വരണുണ്ടോ ആവോ? ആരാ? അറിയില്ല. പിന്നെങ്ങനെ അറിഞ്ഞു? എല്ലാം അറിയണു. വന്നതും വരുന്നതും വരാനിരിക്കണതും എല്ലാം. അത് തന്നെയാണ് ഏറ്റവും വലിയ ദുഃഖവും. ഇവരവിടെ എന്ത് ചെയ്യാനാണോ? വാതില് ചവിട്ടി പൊളിക്കണ പോലെ ഉണ്ട്. ചവിട്ടി പൊളിക്കേണ്ടി വരുമെന്നാ തോന്നണത്. എന്റെ ഭഗവതിയെ, ഈ വാതിൽ പൂട്ടിയിട്ടില്ലല്ലോ. തമ്പുരാനെ, തമ്പുരാനെ, തമ്പുരാനെ. എന്താ എന്താ ഉണ്ടായത്? നോക്കിയേ. എന്ത് നോക്കാൻ? കണ്ടില്ലേ, തൂത്ത് തുടച്ച് കിടക്ക പോലും വിരിച്ചിട്ടിരിക്കണത് കണ്ടില്ലേ? മതി, കിടന്ന് കൂവി വിളിക്കണ്ട. അപ്പുറത്ത് പോയി പണി വലുതുണ്ടോന്ന് നോക്കുക. ആ തൊട്ടിയിലൊക്കെ വെള്ളം നിറച്ചിടുക. ചെല്ലുക, നാണും കൂടെ ചെല്ലുക. ഓ, എന്താ മാളുമൊക്കെ ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാവണില്ല. തനിക്കൊന്നും മനസ്സിലാകില്ല. എടോ മണ്ടൻ നായരെ, ആ മുറി അടിച്ചിട്ടും തുടച്ചിട്ടും വർഷം എത്ര ആയിന്നാ തന്റെ വിചാരം? വല്യങ്ങത്തിനെ എടുത്ത് കിടത്തിയിട്ട് അന്ന് പൂട്ടിയ വാതില. വല്യങ്ങന്നോ? ആ, വല്യമ്പ്രാന്റെ മകൻ. ഞങ്ങളൊക്കെ വല്യങ്ങത്തെന്നാ വിളിച്ചിരുന്നേ. ആരും വിളിച്ചു പോകും. ആ നിപ്പും നോട്ടവും നടത്തവും, ഓ എന്തായിരുന്നു പ്രൗഢി! ഒറ്റ ദിവസം വെട്ടിയിട്ടതുപോലല്ലേ വീണത്. ഇറക്കി കിടത്തിയപ്പോഴും ജീവൻ ഉണ്ടെന്ന് തോന്നി. അന്ന് പൂട്ടിയ വാതില. അതിന്ന് ആര് തുറന്നു? നമ്മളല്ലാതെ ഇവിടെ ആരുണ്ട് തുറക്കാൻ? നമുക്ക് കാണാനും കേൾക്കാനും കഴിയാത്ത പലതും ഇവിടെ ഉണ്ട്. ഒറ്റയ്ക്കിരിക്കുന്ന ചില നേരത്ത് ആരോ തൊട്ടിലാട്ടുന്ന പോലെ സ്വരം. പിന്നെ ശ്രദ്ധിച്ച കരഞ്ഞുകൊണ്ട് ആരോ കുഞ്ഞിനെ താരാട്ട് പാടുകയാണെന്ന് തോന്നും. മഴ നനഞ്ഞെത്തുന്ന കർക്കിടക കാറ്റില്ലേ, അതുപോലെയാ ആ പാട്ട്. നെഞ്ചു നനച്ചു കളയും. കുഞ്ഞുറങ്ങിയോ? വടക്കിനിയും വലിയ മുറിയും അടിച്ചു തുടച്ചിട്ടത് നീയാലേ? നന്നായി. വിരുന്നുകാര് വരണമെന്ന് എന്നേക്കാൾ മുമ്പ് അറിഞ്ഞു. വിരുന്നുകാരല്ല, വീട്ടുകാർ. ഉപദ്രവിക്കരുത്. ഞാനോ? വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. വർഷങ്ങൾ പലത് കഴിഞ്ഞു. കഴിഞ്ഞതൊന്നും ഇനി തിരിച്ചു വരാനും പോണില്ല. പിന്നെ എന്തിനാ മോളെ ഈ കാത്തിരിപ്പ്? കാണണം. പൂർത്തിയാകാതെ പോയതെല്ലാം
പൂർണ്ണമാക്കണം. പൂർത്തിയാകാത്തത് എന്താ മോളെ ഇവിടെ ഉള്ളത്? പ്രസവിക്കാതെ ഞാൻ പേർന്ന ഈ മാതൃത്വം എനിക്കൊന്നും മനസ്സിലാവണില്ല. 3 കാലവും കാണുന്ന കണ്ണുകൾക്ക് ഇത് മാത്രം എന്തേ? എല്ലാം അറിയാൻ ദൈവമല്ലല്ലോ കുട്ടി ഞാൻ. വല്യമ്പ്രാനെ, ദാ അവരെത്തി. ഞങ്ങള് വരുന്ന കാര്യം മാളുവമ്മയോട് ആര് പറഞ്ഞു? വേറെ ആര്? വല്യമ്പ്രാൻ തന്നെ. അതിന് ഞങ്ങൾ അറിയിച്ചിരുന്നില്ലല്ലോ. അത് കൊള്ളാം. വല്യമ്പ്രാനെ ഇതൊക്കെ ആരെങ്കിലും അറിയിച്ചിട്ട് വേണോ? നിങ്ങൾ നടക്ക്. വല്യമ്പ്രാൻ രാവിലെ മുതൽ കാത്തിരിക്കുക. നാണുവായരെ, ആ പെട്ടിയൊക്കെ ഇങ്ങെടുത്തോ. നാണുവായരോ? ഇതാരാ പുതിയൊരാള്? കാര്യസ്ഥനാണേ. വല്യമ്പ്രാൻ വരണു. വരിക വരിക, വലത് കാല് വെച്ച് തന്നെ കയറിക്കൊള്ളും മോളെ. ആരതി ഒടിഞ്ഞ് നിലവിളക്കോടെയാണ് കയറേണ്ടത്. അതാണ് ഇവിടുത്തെ പതിവ്. ആദ്യത്തെ വരവല്ലേ? അവൻ അതൊക്കെ പറയും, മടിക്കണ്ട. മോള് കയറി വന്നോളൂ. വരിക, അടുത്തേക്ക് വരിക. മുത്തശ്ശനൊന്ന് കാണട്ടെ. കൊളുത്തി വെച്ച നിലവിളക്ക് തന്നെയല്ലേ ആള്. പിന്നെന്തിനാടോ കയ്യിലൊരു വിളക്ക്? അനുഗ്രഹിക്കണം. എഴുന്നേൽക്കൂ. അനുഗ്രഹം എന്നുണ്ട്. പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. കഴിഞ്ഞ 5 വർഷവും മുത്തശ്ശനെ പറ്റി, ഈ കോവിലകത്തെ പറ്റി. ബട്ട് ഇറ്റ്സ് അമേസിങ്. എന്റെ ഇമാജിനേഷൻ എല്ലാം അപ്പുറത്താണിത്. അതിന് കോവിലകത്തിന്റെ പുറം മാത്രല്ലേ കണ്ടുള്ളൂ. മാളു, എന്തോ? സുഭദ്രയാകെ എല്ലാം ഒന്ന് കൊണ്ടുപോയി കാണിക്ക. ഓ, പെട്ടിയെല്ലാം വലിയ മുറിയിലേക്ക് വെച്ചോളൂ. വലിയ മുറിയിലോ? ശരി, വാ മോളെ. നാണുവായരെ, ആ പെട്ടിയൊക്കെ അങ്ങ് എടുത്ത് വെച്ചോളൂ. ഓ, മാധവൻകുട്ടി ഇരിക്കുക. താൻ എന്നായാലും തിരിച്ചു വരുമെന്ന് എനിക്കറിയായിരുന്നു. വരാതിരിക്കാൻ തനിക്കാവില്ല. ആഗ്രഹിച്ചതല്ല. ദുരന്തങ്ങളുടെ ആ പഴയ ഓർമ്മകളിലേക്ക്, ശപിക്കപ്പെട്ട ഇന്നലകളിലേക്ക് തിരിച്ചു പോകാൻ ആരാണ് ആഗ്രഹിക്കുക? മാധവൻകുട്ടി, ശാപവും അനുഗ്രഹവും ഇല്ല. സംഭവിക്കുന്നത് സുഖകരമാണെങ്കിൽ നമ്മൾ അതിനെ അനുഗ്രഹം എന്ന് വിളിക്കണം. മറിച്ചായാൽ ശാപം എന്നും. അല്ലാതെ ലോകം ആരെയും അനുഗ്രഹിക്കണമില്ല, ശപിക്കണമില്ല. അതുപോട്ടെ, എന്നിട്ട് എന്തേ തിരിച്ചു പോന്നു? സുഭദ്രയുടെ നിർബന്ധം. ഇവിടെ വന്നാൽ കുട്ടി ജനിക്കുന്ന നാഡീ ജ്യോത്സ്യന്റെ പ്രവചനം. അത് വിശ്വസിക്കാൻ നാഡീ ജ്യോത്സ്യം വേണ്ടി വന്നോ? ഈ പഴം നാവ് എന്നേ പറഞ്ഞതാ. ഇതിലൊന്നും വിശ്വാസം ഉണ്ടായിട്ടല്ല, അവളുടെ ഒരാശ്വാസത്തിന്. അത് മതി. അനുഭവങ്ങൾ വിശ്വാസം ഉണ്ടാക്കി തന്നോളും. 21 ദിവസം താഴേക്കാവിൽ നെയ്ത്തിരി വെച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ശീലമാക്കുക. ശീലം വിശ്വാസം ഉണ്ടാക്കി തരും. യാത്ര ചെയ്തു വന്നതല്ലേ, പോയി വിശ്രമിച്ചോളൂ. രാവിലെ കടത്തുകാരൻ കുമാരൻ വരും അക്കരെ താഴേക്കാവിലേക്ക് കൊണ്ടുപോവാൻ. ഏറ്റോക്കളൊക്കെ ആയുള്ളൂ. എല്ലാരും കിടന്നു കഴിഞ്ഞു. എന്തൊരു സൈലൻസ്. ഇത് ഗ്രാമമാണ്. രാവും പകലും ഇല്ലാത്ത ബാംഗ്ലൂർ ടൗൺ അല്ല. കിടന്നു. രാവിലെ നേരത്തെ ഉണരേണ്ടി വരും. ഒരു താഴേക്കാവും നെയ്ത്തിരിയും. മാധവൻകുട്ടി, വേണ്ട. അതെല്ലാം ഞാൻ ചെയ്തോളാം. ഒന്ന് കൂടെ വന്ന് നിന്നാ മാത്രം മതി. ശരി ശരി, ലൈറ്റ് ഓഫ് ചെയ്യും. അല്ല, ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്നിട്ടും മാധവൻകുട്ടിക്ക് എന്താ ഇതിലൊന്നും വിശ്വാസമില്ലാത്തെ? മോഡേൺ സയൻസിൽ വിശ്വസിക്കുന്നതുകൊണ്ട്. സയൻസ് ഒക്കെ ഞാനും കുറെ പഠിച്ചതാ, MSc വരെ. ആരൊക്കെയോ കണ്ടെത്തിയത് അതല്ലേ നമുക്കറിയൂ. കണ്ടെത്താത്തത് ഇനിയും എത്രയോ ഉണ്ടാകും. കണ്ടെത്താത്തതുകൊണ്ട് മാത്രം അത് സത്യമില്ലാണ്ടാവില്ലല്ലോ. സയൻസ് പൂർണ്ണമാണെന്നൊന്നും ഞാൻ അവകാശപ്പെട്ടില്ലല്ലോ. പൂർണ്ണമല്ലാത്ത ഒന്നിനെ പരിപൂർണമായി വിശ്വസിക്കാൻ വയ്യെന്നേ ഞാനും പറഞ്ഞുള്ളൂ. മാധവൻകുട്ടി, അമ്മയാകാനുള്ള ഒരു സ്ത്രീയുടെ ആഗ്രഹത്തിന് പ്രത്യുൽപാദനത്തിന്റെ ജീവശാസ്ത്രത്തെക്കാൾ ഒരുപാട് അർത്ഥവും ആഴവുമുണ്ട്. അതൊന്നും പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്കറിയില്ല. ഇനി പറഞ്ഞാലും നിങ്ങൾക്കൊന്നും അത് മനസ്സിലാകാനും പോണില്ല. ഒരുപക്ഷെ
മറ്റൊരു സ്ത്രീക്ക് മനസ്സിലായെന്ന് വരും. ഇവിടെ മറ്റൊരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ശരിയാ, മാളുവമ്മയുണ്ട്. ശരിക്കും മനസ്സിലാവുകയും ചെയ്യും. കളിയാക്ക? അയ്യോ അല്ലേ അല്ല. ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കാൻ നോക്കടി കരുതേ. ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് തരാം. പക്ഷേ രാവിലെ എന്റെ ഒപ്പം കാവില് വന്നില്ലെങ്കിൽ അപ്പോഴറിയും ഈ സുഭദ്ര ആരാണെന്ന്. കേൾക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ഉറങ്ങിക്കഴിഞ്ഞു. ഓക്കെ ദെൻ, ഗുഡ് നൈറ്റ്. എന്താ ഇത്? മാധവൻകുട്ടി, എന്താ ഇത്? ആരോ ആരോ പാടുന്ന പോലെ. മാധവൻകുട്ടി, മാധവൻകുട്ടി. എന്താ? ദേ ഒന്ന് ശ്രദ്ധിച്ചേ. ആരോ താരാട്ട് പാടുന്ന പോലെയില്ലേ? തൊട്ടിലാടുമ്പം ദാ കയറിന്റെ ശബ്ദം. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? കാറ്റത്ത് വല്ല ജനൽപ്പാളി ഇളകിയതായിരിക്കും. കിടന്നുറങ്ങാൻ നോക്ക്. ദേ കടവത്ത് കുമാരൻ വഞ്ചിയായി വന്നിരിക്കണോ? ഒന്ന് വരണുണ്ടോ? ആ വന്നു. സൂക്ഷിച്ച്. തമ്പുരാട്ടിക്ക് പരിചയക്കുറവുണ്ടായി അല്ലേ? പേടിക്കണ്ട, ആഴമൊന്നുമില്ല. കിഴക്കൻ മലയിൽ ഡാം വന്നതോടെ മഴക്കാലത്തും പുഴയിൽ വെള്ളമില്ലാണ്ടായി. ഇനി ഏറിയ ഒരു മാസം കൂടി. ഇപ്പോഴേ അടി തട്ടി തുടങ്ങി. ഈ പുഴ വറ്റുവോ? പിന്നെ വേനൽ വരുന്നതോടെ അടിയിലെ പാറകൾ തെളിഞ്ഞു തുടങ്ങും. പിന്നെ കുമാരനും വള്ളവും കരപ്പയില് വറ്റി വറ്റിയ അവസാനം കണ്ണീരൊഴുകുന്നത് പോലെയാകും. പിന്നെ മേടച്ചൂടിനൊരുങ്ങി പാറകളുടെ ഒരു കിടപ്പുണ്ട്. കണ്ണീര് ഒലിപ്പിച്ച് മഴയും കാത്ത് കിടക്കാണ് ഈ പുഴയെന്ന് തോന്നും. മഴ കാത്തു കിടക്കുന്ന പുഴ. വാട്ട് എ പോയറ്റിക്കൽ ഇമാജിറി അല്ലേ മാധവൻകുട്ടി? विमर्शरूपिणी विद्या वियदादि जगत्प्रसूः सर्वव्याधिप्रशमनी सर्वमृत्युनिवारिणी अग्रगण्या चिन्त्यरूपा कलिकल्मषनाशिनी. ആ വരിക വരിക. വല്യമ്പ്രാൻ പറഞ്ഞതനുസരിച്ച് എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുക. ഉദ്ദിഷ്ട കാര്യം മനസ്സിൽ ധ്യാനിച്ച് 7 തിരിയും കൊളുത്തി ആ വിളക്കെങ്ങോട്ട് തരിക. മാധവൻകുട്ടി ആദ്യം കൊളുത്തു. നീ കൊടുത്താ മതി. സന്താനലബ്ധിയല്ലേ, 2 ആളും ചേർന്നങ്ങ് കൊളുത്തുക. എന്താ മാധവൻകുട്ടിക്കൊരു വിശ്വാസക്കുറവ് പോലെ? മുടങ്ങാതെ പ്രാർത്ഥിച്ചാൽ ഫലസിദ്ധി ഉറപ്പാ. വല്യമ്പ്രാൻ പറഞ്ഞാൽ ആ പറഞ്ഞത് പിഴക്കില്ല. അങ്ങനെ വിശ്വാസക്കുറവൊന്നുമില്ല. നല്ലത്. കൊളുത്തി കഴിഞ്ഞെങ്കിൽ ഇങ്ങോട്ട് തന്നോളൂ. അമ്മേ മഹാമായേ, കണ്ണടച്ച് മനസ്സ് നീറി ചോദിച്ചാൽ ഈ അമ്മ എന്തും തരും. പ്രാർത്ഥിച്ചോളൂ. നല്ല പിച്ചിപ്പൂവിന്റെ ഗന്ധം അല്ലേ മാധവൻകുട്ടി? പിച്ചിപ്പൂവോ? ഇവിടെ എവിടെ നിന്നാണ് ഈ പിച്ചിപ്പൂ? അത് ഇതുമൊക്കെ പറയാതെ പ്രാർത്ഥിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കും. പക്ഷേ പിച്ചിപ്പൂവിന്റെ ഗന്ധം ഉണ്ടെന്നുള്ളത് സത്യം.
ആയിക്കോട്ടെ, അതുകൊണ്ടെന്താ, പ്രാർത്ഥിച്ച് കഴിഞ്ഞെങ്കിൽ വാ പോകാം. ഇല്ല, കഴിഞ്ഞില്ല. അമ്മേ മഹാമായേ, സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ, നാരായണീ നമോസ്തുതേ. ശരിയാണല്ലോ, വൃശ്ചിക രാവുകളിൽ പൂത്തു നിൽക്കുന്ന പിച്ചകപ്പൂക്കൾ. ഈ ഗന്ധം എനിക്കറിയാം. കൗമാരത്തിന്റെ കൽപ്പടവുകളിൽ എവിടെയോ വെച്ച് ഞാൻ ആദ്യമായി അറിഞ്ഞ ഗന്ധം. ഓടരുത്, നിൽക്കാനല്ല പറഞ്ഞത്. മായേ, പറയുന്നത് കേൾക്ക്. ഇല്ല, ഞാൻ നിൽക്കില്ല. ഓഹോ, അത്രയ്ക്കായി. എന്നാ പിടിച്ചിട്ട് തന്നെ കാര്യം. അയ്യോ, എന്റെ മുടിന്നിട്. ഇല്ല, അതിനു മുമ്പ് സത്യം പറയും. എന്തെന്ന്? നിന്റെ മുടിക്കങ്ങനെ ഈ പിച്ചിപ്പൂവിന്റെ മണം വന്നതെന്ന്. ഓ, അത് ഞാൻ ജനിച്ചപ്പോ മുതലുള്ളതാ. പിന്നെ ഇന്നലെ സ്വർഗത്തിൽ നിന്ന് പിച്ചിപ്പൂവിന്റെ മണവുമായി ഇങ്ങോട്ട് പൊട്ടി വീണതല്ലേ? അങ്ങനെയാവോ. അപ്പം നീ കാര്യത്തിന്റെ രാമനായരുടെ മോളല്ല. ദേ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. രാമൻ നായരുടെ മോളുടെ തലമുടിക്ക് ചാണകത്തിന്റെയും ഗോമൂത്രത്തിന്റെ ഒക്കെ മണവായിരുന്നു ഇന്നലെ വരെ. എന്നിട്ട് ഇന്നെന്ത് പറ്റി? അത് തന്നെ എനിക്കും അറിയേണ്ടത്. അയ്യോ, മുടിന്നിട്. പറയ്, എവിടെ നിന്ന് കിട്ടി ഈ മണം? മുടിന്ന് വിട്ടാ പറയാം. വിട്ടു. അതെ, ആരോടും പറയരുത്. പിച്ചിപ്പൂ നുള്ളി പറിച്ചിട്ട് എണ്ണ തേച്ചിട്ടാ. അതല്ല. പിന്നെ താഴേക്കാവിന്റെ മുറ്റത്ത് പോയി ഈ ഞാൻ തന്നെ പറിച്ചുകൊണ്ടെന്ന് പിച്ചിപ്പൂവാ. എവിടെ? ഞാനത് മണത്ത് നോക്കട്ടെ. നോക്കിക്കോ, പിച്ചിപ്പൂ തന്നെയല്ലേ? അല്ല. പിന്നെ ഇത് നിന്റെ ഗന്ധവാ. ഏയ്, എന്താ ഇത്? എന്താ മാധവേട്ടത്? വിട്, ആരെങ്കിലും കാണും. വിടൂന്നേ. ആ, എന്തിനേറെ പറയുന്നു എൻ്റെ മോളെ. നമ്മുടെ ഈ കുളിപ്പടവിലും എടനാഴിയിലും മച്ചും പുറത്തുമൊക്കെ കളിചിരി തമാശകളൊക്കെ കേട്ടെങ്കിലും കണ്ണിയും വന്നു പെട്ടിട്ടും കണ്ടില്ലാന്ന് ഞങ്ങളങ്ങ് കൂട്ടി. ചെറുബാല്യക്കാരുടെ ഓരോ തമാശകളല്ലയോ ഇതൊക്കെ. അല്ല, ഞാനാ ഇതൊക്കെ പറഞ്ഞതെന്ന് ആരോടും പറഞ്ഞേക്കല്ലേ. എന്നിട്ട് ചേലുള്ള ബാല്യക്കാരെ നോക്കി കൊച്ചമ്പ്രാക്കൾ ഒന്ന് ചിരിച്ചൊന്നൊക്കെ ഇരിക്കും എന്ന് വെച്ച് കാര്യസ്ഥൻ്റെ മോളെ കെട്ടുകമ്മയാക്കാൻ പറ്റുമോ? അവളൊരു പോഴത്തി അല്ലേ. ഈ കടുങ്കൈ ചെയ്യുവോ? എന്ത് ചെയ്തു? എന്ത് ചെയ്തെന്ന് ആർക്കറിയാം. തോരാതെ പെയ്തിട്ടും തീരാത്ത ഒരു കർക്കിടക രാത്രി കര കവിഞ്ഞ് പുഴ വരുമെന്ന് പേടിച്ച് കോവിലകത്തൊന്നും ആരും ഉറങ്ങിയിട്ടില്ല. വെല്ലിങ്ങെന്നുള്ള കാലമാ. നേരം വെളുത്തപ്പോ ഉമ്മറത്തിണ്ണവരെ ഉണ്ട് വെള്ളം. മല വെള്ളത്തിൽ കെട്ടുവിട്ടുപോയ കടത്തുവെള്ളം തിരക്കി ഇറങ്ങിയ കുമാരനാണ് ആദ്യം കണ്ടത്. എന്ത് കണ്ടുന്നാ? ഇല്ലിക്കാട്ടിലെ മുള്ളിന്മേൽ ഉടക്കി കിടക്കണ അവളുടെ ശവം. ആരുടെ? മായയുടെയോ? പക്ഷേ കൊച്ചമ്പ്രാട്ടി, അവള് മരിച്ചിട്ടില്ല. ഇവിടെ മുഴുവൻ അവളുണ്ട്. കുളിപ്പടവിലും വടക്കിനിയിലും ഇടനാഴിയിലും എല്ലായിടത്തും അവളുണ്ട്. ചിലപ്പോ പണ്ടത്തെ കളിചിരിയായി, ചിലപ്പോ പാദസരം കിലുങ്ങുന്നതായി, ചിലപ്പോഴൊരു താരാട്ടുപാട്ടിന്റെ മൂളലായി. മാളു, എന്താ അടുക്കളയിലെ പണിയെല്ലാം നിർത്തി ഹരികഥാകാലക്ഷേപം തുടങ്ങിയോ? അത്താഴം കഴിഞ്ഞു, പാത്രവും മൂറി വെച്ചു. ഇനി എന്താണാവോ ചെയ്യേണ്ടത്? ചുരുണ്ട എവിടെയെങ്കിലും കിടന്നുറങ്ങുക. അതും വയ്യെങ്കില് രാമനാമം ജപിച്ചോണ്ടിരിക്കുക. ഓ ഓ ഓ ആ, മോള് ഇവറ്റകൾക്കൊന്നും കാതു കൊടുക്കല്ലേ. കേൾക്കാൻ കാതുണ്ടെങ്കിൽ ഇല്ലാത്ത കഥകൾ കൊണ്ടൊരു മഹാഭാരതം തന്നെ ഇവരുണ്ടാക്കും. മാധവൻകുട്ടി ഉറങ്ങിയോ? കിടന്നു. മോള് കിടക്കണില്ലേ? അല്ല മുത്തശ്ശ, ഈ പ്രേതങ്ങളുണ്ടെന്ന് പറയണത് നേരാണോ? മോൾക്ക് എന്ത് തോന്നണു? എനിക്കിതിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. നല്ലത്. പാതിയും ആളുകൾ ഉണ്ടാക്കണ കെട്ടുകഥകളാ. രാവിലെ എഴുന്നേക്കാനുള്ളതല്ലേ. മോള് പോയി കിടന്നുറങ്ങൂ.
ശരി മുത്തശ്ശ. മുത്തശ്ശ, മുത്തശ്ശ, മുത്തശ്ശ. എന്താ എന്താ മോളെ? മാധവൻകുട്ടിയെ കാണുന്നില്ല. കാണുന്നില്ലെന്നോ? മുറിയിലുണ്ടായിരുന്നതാ. ഇപ്പോ ഞാൻ ഉണർന്നു നോക്കിയപ്പോ ഇവിടെ ഇല്ല. അത്രേ ഉള്ളൂ. ചൂട് കാരണം വെളിയിൽ വല്ലതും ഇറങ്ങിയതാവും. പേടിക്കണ്ട, നമുക്ക് നോക്കാം. നാണു, മാളു, വേഗം ഇങ്ങോട്ട് വരിക. മാധവൻകുട്ടിയെ കാണുന്നില്ല. ആ വെളിയിൽ എവിടെയെങ്കിലും ഉണ്ടോന്ന് നോക്കൂ. വേഗം ചെല്ലുക. കൊച്ചമ്പ്രാനെ, കൊച്ചമ്പ്രാനെ, മാധവൻകുട്ടി, മോനെ മാധവൻകുട്ടി, കൊച്ചമ്പ്രാനെ, മാധവൻകുട്ടി, കൊച്ചമ്പ്രാനെ. മാധവൻകുട്ടി. വലിയ ഓടി വരൂ. ദേ ഇവിടെ ഉണ്ട്. എവിടെ എവിടെ? അയ്യോ, ബോധമില്ലാലോ. നാണു, കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കാതെ കുറച്ച് വെള്ളം എടുത്ത് തളിക്കാ മുഖത്ത്. ആ ദേ കണ്ണൂർന്നു. എന്താ ഇതെല്ലാവരും കൂടെ? ഞാനെന്താ ഇവിടെ? അത് തന്നെയാ ഞങ്ങളും ചോദിക്കണത്. ചോദ്യവും വിസ്താരവും ഒന്നും വേണ്ട, അകത്തേക്ക് കൊണ്ടുപോവുക. വരൂ വരൂ മാധവൻകുട്ടി. ഞാൻ പറഞ്ഞപ്പം ആർക്കും വിശ്വാസമായില്ല. ഇപ്പൊ എന്തായി? ഇത് അവള് തന്നെയാ. മാളമ്മേ, വെറുതെ അതൊന്നും പറഞ്ഞു മനുഷ്യനെ പേടിപ്പിക്കാതെ. ഇതുകൊണ്ടൊന്നും തീരില്ല നാണുകാരെ. ഇനി എന്തൊക്കെ കാണേണ്ടി വരും എൻ്റെ ഭഗവതിയെ. ചത്താലും കൊന്നാലും ഒന്നും അവള് വിട്ടിട്ട് പോവില്ല കൊച്ചമ്പ്രാനെ. എനിക്കെന്താണ് സംഭവിച്ചത്? എങ്ങോട്ട് ഞാൻ നടന്നാലും അവസാനം എത്തുന്നത് പുഴയുടെ ഈ പടവുകളിൽ തന്നെയാണല്ലോ. ഉച്ചവെയിൽ ഉറങ്ങുമ്പോൾ പണ്ട് ഞാനിവിടെ ഓടി വന്നിരുന്നു എൻ്റെ മായയെ കാണാൻ. പാവം പാവം എൻ്റെ മായ. എന്തിനാണ് നീ ഇത് ചെയ്തത്? എന്തിനാണ് എന്നെ വിട്ട് നീ പോയത്? എൻ്റെ മായേ, നീ ഇന്ന് എവിടെയാണ്? ഞാൻ ഇവിടെ തന്നെയുണ്ട്. മായേ, മായേ, മാധവേട്ടന്റെ മായ ഇവിടെ തന്നെയുണ്ട്.
എവിടെ? ഞാനൊന്നും കാണുന്നില്ലല്ലോ. കാണുന്നില്ലെന്നോ? എന്നെ കാണുന്നില്ലെന്നോ? മനസ്സിന്റെ ഉള്ളില്, ഉള്ളിന്റെ ഉള്ളില് എന്നെ കാണുന്നില്ലേ? കാണാം, എനിക്കിപ്പോ കാണാം. ഇതാരാണെന്ന് നോക്ക്. ഏതാണ് ഈ കുട്ടി? ഏതാണെന്നോ അറിയില്ലേ? മായേ, കൊച്ചമ്പുരാനെ. ആര്? നാണുവായരോ? എന്താ തമ്പ്ര ഇവിടെ ഈ നേരത്ത്? വെറുതെ വെറുതെ വന്നിരുന്നതാ. വേണ്ട തമ്പ്ര, ആ സമയങ്ങളിൽ വെറുതെ വന്നിരിക്കാൻ കൊള്ളാവുന്ന സ്ഥലമൊന്നുമല്ലത്. വരൂ, നമുക്കകത്തേക്ക് പോവാം. ആ, വല്യമ്പ്രാനെ, എന്താണോ? ഞാനൊരു കാര്യം പറഞ്ഞ അലോഹ്യം തോന്നുമോ? താൻ പറയ. കൊച്ചമ്പുരാനെ ഇന്നും കുളിപ്പടവിൽ കണ്ടു. ആരെ? മാധവൻകുട്ടിയെയോ? അതെ, ഞാനാ വിളിച്ച് കോലകത്ത് ഉണ്ടാക്കിയത്. എനിക്കെന്തോ ആകെക്കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. നാണു പോയി കിടന്നോളൂ. ഓ ആ, പോകുമ്പോ ആ വാതിൽ അങ്ങോട്ട് ചാരിയേക്ക്. ഓ അമ്മേ മഹാമായേ രക്ഷിക്കണേ. മുത്തശ്ശ, ഓ, സുഭദ്രമോളോ? എന്താ മോളെ, ഇതേവരെ ഉറങ്ങിയില്ലേ നീ? എന്താ മുത്തശ്ശ ഇതൊക്കെ? എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? മോൾ ഇതൊന്നും കേട്ട് പേടിക്കാൻ നിൽക്കണ്ട. പാതി ഇതുങ്ങളുടെ ഭാവനയാ. എന്നാലും എനിക്ക് പേടിയാവുന്നു. ഛേ, പോയി കിടക്കാൻ നോക്കൂ. രാവിലെ അമ്പലത്തിൽ പോകാനുള്ളതല്ലേ. മാളൂമ്മേ, ദേ പുതിയൊരു അവതാരം. ഏയ് ഇതോ കാരണവരെ, ഒന്നിങ്ങോട്ട് വന്നേ. എന്റെ ചേച്ചി ഇവിടെ വന്നിട്ടുണ്ടോ? ചേച്ചിയോ? ആ, സുഭദ്രേച്ചി. അയ്യോ, തമ്പുരാട്ടിയുടെ അനിയനാ? തമ്പുരാട്ടിയോ? ഡാ ഋഷി, അവിടെ ഒന്ന് ഒച്ച ഒളിയൊന്നും ഇടാതെ കേറി വാ. നീ എപ്പോഴാടി തമ്പുരാട്ടി ആയത്? ദേ, ഇവിടെ എടിപൊടിയും നീയൊന്നുമില്ല. അതെന്താ? ഇത് ബാംഗ്ലൂരൊന്നും അല്ല, അത് തന്നെ. കണ്ടാൽ അറിഞ്ഞൂടെ? കംപ്ലീറ്റ് ഓർത്തഡോക്സ് ബാച്ചാ. എന്നാലും നീ ഇത്ര പെട്ടെന്ന് ഇങ്ങ് എത്തിയല്ലോ. നിങ്ങൾ പോയ പിന്നെ 2-3 ദിവസം ഞാൻ ശരിക്കും അടിച്ചു പൊളിച്ചു. പിന്നെ ബോറ്. ഇന്നലെ രാത്രി 2 അടിച്ചപ്പോ പെട്ടെന്ന് തോന്നിയ ഐഡിയ, അപ്പൊ ഇങ്ങോട്ട് വിട്ടു. ആ, അതൊക്കെ പോട്ടെ. വല്ലതും കിട്ടുമോ തിന്നാൻ? വിശന്നിട്ട് വയ്യ. കിട്ടും. ഉച്ചയ്ക്ക് വെച്ച സാമ്പാറും രാത്രിയിലെ പാവയ്ക്ക മെഴുകുരുട്ടി ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് ഒരു ഫ്രൈഡ് എഗ്. അതൊന്നും ഇവിടെ നടക്കൂല മോനെ. ഒക്കെ നടത്തി തരാം മോളെ. അളിയനെവിടെ? അത് മാധവൻകുട്ടി. എന്താ ചേച്ചി പറയൂ, എന്ത് പറ്റി മാധവൻകുട്ടിയേട്ടന്? ഏയ്, അങ്ങനെയൊന്നുമില്ല. പിന്നെ മായേ, 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 ഞാനിവിടെ ഉണ്ട്. കുഞ്ഞുറങ്ങിയോ? ഇല്ല. തൊട്ടില് ഞാൻ അട്ടിക്കോട്ടെ? ഉം. വിശ്വസിക്കാൻ തുടങ്ങിയോ? ബാംഗ്ലൂരിൽ നിന്നും പോന്ന നീയല്ല ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നത്. നിനക്ക് എന്താടി പറ്റിയത്? എനിക്കല്ല പറ്റിയത് മാധവൻകുട്ടി. ഇവിടെ നടക്കുന്നത് എന്താന്ന് പറഞ്ഞ ഒരാളും വിശ്വസിക്കില്ല. പേടിയാവുന്നടാ. നീ ഒന്ന് വന്നിരുന്നെങ്കിലെന്ന് നിനക്കറിയോ, ഞാൻ ഇന്നൂടെ പ്രാർത്ഥിച്ചു. ഇങ്ങനെ പേടിക്കാനായി ഇതിലൊന്നുമില്ല.
ഇറ്റ്സ് ആൾ വെരി മൈനർ സൈക്കിക് പ്രോബ്ലംസ്. ഈ മൈനർ അബ്നോർമാലിറ്റീസ് എല്ലാ മനുഷ്യരിലുമുണ്ട്, നിന്നിലും എന്നിലും ഒക്കെ. പിന്നെ ഇതുപോലൊരു ബാക്ക്ഗ്രൗണ്ടിൽ വന്നാൽ ആർക്കും വട്ടായി പോകുമോളെ. നിനക്കെല്ലാം തമാശയാണ്. നോ, ഇതിനൊറ്റ വേ ഔട്ടേ ഉള്ളൂ. എന്ത്? നിങ്ങൾ രണ്ടാളും നാളെ തന്നെ എൻ്റെ കൂടെ ബാംഗ്ലൂരിലേക്ക് പോരാ. അത് വാട്ട്സ് എ പ്രോബ്ലം? വെളിച്ചമില്ലാത്ത ഈ കോറിഡോർസും ട്രാക്കുളയുടെ കോട്ട പോലത്തെ ഒരു കോവിലകവും. ഇല്ല ഋഷി, ഇപ്പൊ എന്തായാലും വരാൻ സാധിക്കില്ല. വൈ? പൂജ മുടങ്ങും. പൂജയോ? ഓ, കുട്ടികളുണ്ടാവാനായിരിക്കും. പൂജ നടത്തിയാൽ കുട്ടികളുണ്ടാവുമെങ്കിൽ ആള് മരിച്ച പ്രേതം ഉണ്ടാവും. നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. ഇത്ര ദിവസം ചെയ്തതല്ലേ, എനിക്കത് കംപ്ലീറ്റ് ചെയ്യണം. നിന്റെ ഇഷ്ടം. പക്ഷേ രാവിലെ തന്നെ എനിക്ക് പോണം. മായേ, മായേ, ഞാനിവിടെ ഉണ്ട്. ആരെയും ഉപദ്രവിക്കരുതെന്ന് ഞാൻ നിന്നോട് എത്ര പറഞ്ഞതാ. ഞാനൊന്നും ചെയ്തിട്ടില്ല. നീ ഒന്നും ചെയ്യാതെയാണോ മാധവൻ കുട്ടി ഭ്രാന്തനെ പോലെ നടക്കണത്? നീ കാരണല്ലേ ഈ കുടുംബത്തിന്റെ തന്നെ സമാധാനം തകർന്നത്. നിർത്തിക്കൂടെ നിന്റെ ഈ പക വീട്ടിലൊക്കെ? ഇല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്റെ മകൻ മരിച്ചത്, ഈ കുടുംബത്തിലൊരു കുഞ്ഞിക്കാല് പറക്കാത്തത് സ്വന്തം ദുഷ്കർമ്മങ്ങളുടെ ഫലത്തിൽ സ്വയം എരിഞ്ഞു തീർന്നതാണ് അങ്ങയുടെ മകൻ. ഈ മായ അതിനുത്തരവാദിയല്ല. അടക്കാനും ഒതുക്കാനും ആവാഹിച്ചെറിയാനും അറിയാഞ്ഞിട്ടല്ല. എന്തിനും തയ്യാറായി വന്ന കിഴക്കേടന്റെ ദുർമന്ത്രവാദം ഇവിടെ വേണ്ടെന്ന് പറഞ്ഞവനാ ഞാൻ. നിന്നെ ഓർത്തിട്ട് ഒരു വാക്ക് പറഞ്ഞാ മതി, നാളെ എത്തും അയാള്. പറഞ്ഞയക്കാൻ കിഴക്കേട് എന്തിന്? ഒരു വാക്ക് പറഞ്ഞാ മതി. അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, നല്ലതേ ആഗ്രഹിച്ചിട്ടുള്ളൂ. നല്ലതാണോ ഈ കാണുന്നതൊക്കെ? നല്ലത് കാണും, നല്ലത് വരും. എന്നിട്ടേ ഞാൻ പോകൂ. മായേ, മായേ നിൽക്ക. എങ്ങട്ടാ നീ പോണത്? നിൽക്കാൻ. എന്താ എന്താ മാളു ഇവിടെ പതിവില്ലാത്തൊരു മേളം? സോദരമോൾക്ക് വിശേഷമുണ്ട്. നമ്മുടെയൊക്കെ പ്രാർത്ഥന ഫലിച്ചു തമ്പുരാനെ. ആണോ? ആണോ മോളെ? ചെല്ലിയ ചെന്ന് ആദ്യം മാധവൻ കുട്ടിയോട് പറയാ. അയാൾ ഈ നേരത്തെ എവിടെ പോയിരിക്കുക? ആ കുളിപ്പടവിൽ എങ്ങാനും കാണും. മായ, മായ പറയ, കുഞ്ഞെവിടെ? എന്താ മിണ്ടാത്തത്? പറയ, കുഞ്ഞെവിടെ? നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിനെ ഞാൻ സുഭദ്ര ഏൽപ്പിച്ചു. സുഭദ്രയെ ഏൽപ്പിച്ചെന്നോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? മായേ, അവിടെ നിൽക്ക്. അവിടെ നിൽക്കാനാ പറഞ്ഞത്. മാധവൻകുട്ടി, മാധവൻകുട്ടി എന്തൊക്കെയായി കാണിക്കുന്നേ? സുഭദ്രേ, നീ ഗർഭിണിയാണോ? അതെ. ഇത് നിന്റെ കുഞ്ഞല്ല. ഇത് ആ പാവം മായയുടെ, അവളുടെ കുഞ്ഞാണ്. എന്തൊക്കെ ഭ്രാന്ത ഈ പറയുന്നേ? എന്റെ കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കും ദൈവം തന്ന അനുഗ്രഹം ഇത്. അതൊന്ന് പറയാൻ ഓടി വന്നപ്പോ ഇതെന്റെ കുഞ്ഞല്ലെന്നോ? മാധവൻകുട്ടി, വാട്ട് ഹാപ്പൻ ടു യു? മുഴു ഭ്രാന്തായോ നിങ്ങൾക്ക്? പിഴച്ചു ചത്ത വാലിക്കാരി പെണ്ണുമായുള്ള ഈ പ്രണയനാടകം നിർത്താറായില്ലേ ഇതുവരെ? വായടക്കടി. അവളെ പറ്റി നീ എന്തെങ്കിലും പറഞ്ഞോ കൊല്ലും ഞാൻ.
പറഞ്ഞൂട്ടോ, സന്തോഷായി. താഴേക്കാവിലെ ദേവിക്ക് ഇപ്പോഴും പഴയ ശക്തി ഉണ്ടെന്ന് തെളിഞ്ഞല്ലോ. ഓ, വല്യമ്പ്രാന്റെ ഒരു സന്തോഷം കാണണം. വയസ്സൊരു 10 കുറഞ്ഞതുപോലെ. അല്ല, കൊച്ചമ്പ്രാൻ എവിടെ? കണ്ടിട്ട് ദിവസം കുറച്ചായല്ലോ. കുമാര, എന്താ ബ്രാറ്റി? മായ എങ്ങനെയാ മരിച്ചത്? മായയോ? അതെ, അവൾ എങ്ങനെയാണ് മരിച്ചതെന്ന് എനിക്കറിയണം. അതെനിക്കെങ്ങനെ അറിയും? നിനക്കറിയാം. ഇല്ലിക്കാട്ടിൽ മുള്ളിലുടക്കി കിടന്ന അവളുടെ ശവം ആദ്യം കണ്ടത് നീയാണ്. ആത്മഹത്യയല്ലാന്ന്? അപ്പോഴ് താഴേക്കാവിൽ? കിഴക്കേടത്ത് മനെ അറിയോ തനിക്ക്? അറിയാം. അങ്ങോട്ട് പോട്ടെ. അത് വേണോ? വേണം. വേണ്ടിയിരുന്നില്ല മോളെ. എന്ത് വേണ്ടിയിരുന്നില്ലെന്ന്? ദുർമന്ത്രവാദിയ, ഒഴിപ്പിക്കാൻ ഏത് നീചകർമ്മവും ചെയ്യും. ഇത്രയൊന്നും വേണ്ടായിരുന്നു. ഞാൻ പിന്നെ എന്ത് വേണമെന്നാ? സ്വന്തം ഭർത്താവ് രാവും പകലും ഇല്ലാതെ ഭ്രാന്തനെ പോലെ ഇവിടെ കിടന്ന് അലയുമ്പോ ഞാൻ അവളെ സ്വർണത്തിൽ ആവാഹിച്ചെടുത്ത് പൂജാമുറിയിൽ വെച്ച് പൂജിക്കണോ? മോള് വിചാരിക്കണത് പോലെ മായ ദുരാത്മാവൊന്നുമല്ല. പാവ, പഞ്ചപാവം. മതി, നിങ്ങളുടെ അല്ല ഈ സെന്റിമെന്റ്സാ ഇതെല്ലാം ഇത്ര വഷളാക്കിയത്. എല്ലാം ഇന്നത്തോടെ തീരണം. ഈ ഉമ്മർത്ത് കിഴക്കേടം അവളെ വിളിച്ചു വരുത്തി ആവാഹിക്കും. എന്നേക്കുമായിട്ട് അവളെ ബന്ധിക്കും. ഇല്ല, ഇല്ല മാധവേട്ടാ, എന്നെ ബന്ധിക്കാൻ ഒരു കിഴക്കേടനുമാകില്ല. അല്ല മായേ, നീ കരുതുന്ന പോലെ അല്ലിത്. ഭയങ്കര ദുർമന്ത്രവാദി അയാള്. പക്ഷേ മരിക്കാത്ത മാതൃത്വമാണ് ഞാൻ. എന്റെ കുഞ്ഞ് ജനിക്കുന്നത് വരെ ഞാനിവിടെ വേണം. മാധവേട്ടന്റെ കയ്യിലിരുന്ന് അത് ചിരിക്കുന്നത് കണ്ടിട്ട് വേണം എനിക്ക് തിരിച്ചു പോകാൻ. ഇയാൾ ഓം ഹ്രീം ക്രീം എന്നൊക്കെ കൂവി വിളിച്ചാ അവള് വരുവോ? താൻ എന്തറിഞ്ഞിട്ടാ? ഇരിക്കണത് ആരാണെന്ന് അറിയോ? ചുട്ട കോഴിയെ പറപ്പിക്കും. ബാധകള് വിളിച്ചോടത്ത് വരും. ചാത്തനും മറുതയുമൊക്കെ വെളിപ്പുറത്താ. കിഴക്കേടത്ത് മനയിലേ ബാല്യക്കാരില്ല. അത് എനിക്കറിയോ? അതെന്താ? കിഴക്കേടത്ത് തിരുമേനിക്ക് ബാല്യക്കാർ ഇവരൊക്കെ തന്നെയാ. പറമ്പിന്നൊരു ഓലത്തുമ്പ് പോവില്ല. മതി മതി, ഈ കേമത്തരം കൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരുവോ? എനിക്ക് അതറിഞ്ഞാ മതി. താൻ കണ്ടില്ലേ ആ പട്ടിലിരിക്കുന്ന സ്വർണം? അതിലേക്കാ അവളെ ആവാഹിക്കുന്നത്. മന്ത്രം കൊണ്ടുള്ള ഒരു ബന്ധിക്കല് തന്നെ. അതോടെ തീരും അവളുടെ പാട്ടും ചിരിയും ഈ തറവാടിന്റെ ശാപവും. മാളു, ഉച്ചാടനവും ബന്ധിക്കലും ഒക്കെ കിഴക്കേടം ചെയ്തോളും. ദൃക്സാക്ഷി വിവരണം വേണ്ട. നാണു, ഒന്നിങ്ങോട്ട് വരിക. താൻ നമ്മുടെ മാധവൻ കുട്ടി എവിടെയെങ്കിലും കാണുന്നുണ്ടായോ? കുളിപ്പടവിലുണ്ട്. പുഴയിലേക്ക് നോക്കി ഒരു ഇരിപ്പ. വിളിക്കണോ? വേണ്ട. എന്താ മോളെ ഇത്? എപ്പോ തുടങ്ങിയ പൂജയായത്? എന്തോ ഒരു പന്തികേട് പോലെ തോന്നും. ഇതൊക്കെ പന്തികേടായിട്ട് ഇവിടെയുള്ള എല്ലാവർക്കും തോന്നും. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും. ആരും ഒന്നും പറയണ്ട. അവളെ ഒഴിപ്പിക്കുന്നത് വരെ ഈ പൂജ ഇവിടെ നടക്കും. എന്തു പറ്റി തിരുമേനി? പരാജയപ്പെട്ടു. എന്ത്? എന്താടോ കിഴക്കേടം താനീ പറയണത്? ജീവിതത്തിൽ ആദ്യമായിട്ട് ലോകം മഹാമാന്ത്രികൻ എന്ന് വിളിക്കുന്ന കിഴക്കേടത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാട് ഒരു കൊച്ചു പെണ്ണിന്റെ ആത്മാവിന് മുന്നിൽ പരാജയം സമ്മതിക്കണു.
തനിക്ക് എന്താടോ പറ്റിയത്? വെളിപ്പുറത്ത് നിൽക്കുന്ന ഉപാസനാമൂർത്തികൾ, കറ തീർന്ന മന്ത്രസിദ്ധി, എവിടെ പോയി അതൊക്കെ? പരിഹാസം വേണ്ട. തമ്പുരാട്ടി കൊച്ചിനെ കിഴക്കേടത്ത് നമ്പൂരാരെ ശരിക്കും അറിയില്ല എന്ന് തോന്നണു. കർമ്മങ്ങൾക്ക് പ്രതിഫലം വാങ്ങാറില്ല. അത് പണമായാലും പരിഹാസമായാലും വേണ്ട. കിഴക്കേടം, കുട്ടി അറിവില്ലാണ്ട് എന്തോ പറഞ്ഞെന്ന് കൂട്ടിയാ മതി. ആ, അറിവില്ലാത്തതങ്ങ് പറഞ്ഞു കൊടുത്തു എന്ന് ഇതേപ്പറ്റി അങ്ങോട്ട് തിരിച്ചാ മതി. തനിക്കറിയാലോ നമ്മെ, ഒരു ദുരാത്മാവായിരുന്നെങ്കിൽ 2 വട്ടം ആലോചിക്കില്ലായിരുന്നു. പക്ഷേ ഇതങ്ങനല്ല. അനുഗ്രഹം ചൊരിഞ്ഞങ്ങനെ നിൽക്കുക. ഐശ്വര്യമാണവൾ, അഷ്ടൈശ്വര്യങ്ങൾ. ആട്ടി ഓടിച്ച് കളയണോ അതിനെ? ദുഷ്ടതയെ നമുക്ക് ആവാഹിക്കാം, ബന്ധിക്കാം, ഉച്ചാടനവും ചെയ്യാം. പക്ഷേ സ്നേഹത്തെ, മാതൃഭാവം പൂണ്ടു നിൽക്കുന്ന സ്നേഹമാണവള്. ദേവിയ സങ്കല്പം ചെയ്ത് പൂജാമുറിയിൽ കുടിയിരുത്തി പൂജിക്കണം നിങ്ങളവളെ. അറിയാം കിഴക്കേടം, എല്ലാം അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാ ഇത്രയും കാലം കൊണ്ടു നടന്നതും. പക്ഷേ ഇനി എത്ര നാൾ? ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അവൾക്ക് തിരിച്ചു പോയല്ലേ പറ്റൂ. ഉദ്ദേശിച്ചതെന്തോ അതുവരെ അവൾ ഇവിടെ ഉണ്ടാവും. തമ്പ്രാട്ടിക്കുട്ടി പേടിക്കണ്ട, ഉപദ്രവിക്കില്ല, അനുഗ്രഹിച്ചേ പോകൂ. ആ, പൂജാസാമഗ്രികളെല്ലാം എടുത്തു വെച്ചോളൂ. അമ്മേ മഹാമായേ, അപരാധങ്ങൾക്കെല്ലാം മാപ്പ്. ആ, ഞാൻ ഇറങ്ങായി. മാധവേട്ടാ, എന്താ മായേ? ഞാൻ ഈ മടിയിലൊന്ന് കിടന്നോട്ടെ? കിടന്നോളൂ. വിട പറയാൻ നേരമായി. പൂക്കളോട്, ഈ പുഴയോട്, പടവുകളോട് ദുഃഖങ്ങൾ മാത്രം തന്ന് ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോകാനും എന്തൊരു വേദനയാണ്. ഈ കൽപ്പടവിൽ ഇനി എന്നെങ്കിലും വന്നിരിക്കാൻ എനിക്കാവോ? ഒരു ജന്മം കൂടെ എനിക്ക് വേണം. എൻ്റെ മാധവേട്ടൻ്റെ മടിയിൽ ഇവിടെ ഇതുപോലെ കിടക്കാൻ, എൻ്റെ കുഞ്ഞിനെ ലാളിച്ച് ലാളിച്ച് വളർത്താൻ. മതി മായേ, മതി. കേട്ടിട്ട് താങ്ങാനാവുന്നില്ല. ഞാൻ കൂടെ വരട്ടെ നിന്റെ ഒപ്പം? അരുത്, അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത്. നോക്ക്, വർഷഋതു പോലും പെയ്ത് വിട വാങ്ങി. കരഞ്ഞു തെളിഞ്ഞ് ഈ രാത്രി മാനത്ത് ഇന്ന് രാതിരാ നക്ഷത്രം ഉദിച്ചു വരും. ഉദയത്തിന് 11 നാഴിക ബാക്കിയുള്ളപ്പോൾ സുഭദ്ര എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കും. വരൂ, നമുക്ക് കോവിലകത്തേക്ക് പോകാം. മുത്തച്ഛ, ഭയമോളെ, യാത്ര പറയാൻ വന്നതാ. എന്നെ ശപിക്കരുത്. എന്റെ മോളെ, നിന്നെ ഞാൻ ശപിക്കൂ? അനുഗ്രഹിക്കാൻ ഈ തമ്പുരാന്റെ കൈകൾക്ക് അർഹതയില്ലാതെയായിപ്പോയി. അരുതായ്മകളുടെ മുന്നിൽ അശക്തനായിപ്പോയി. പൊറുക്കണം, ഈ വൃദ്ധനോട് പൊറുക്കണം. അങ്ങനൊന്നും എന്നോട് പറയരുത്. അർഹതപ്പെട്ടതിലധികം അങ്ങെനിക്ക് തന്നു. എനിക്കെന്നും അങ്ങ് മാത്രല്ലേ ഉണ്ടായിരുന്നുള്ളൂ. കിഴക്ക് വെള്ള കീറി തുടങ്ങാൻ ഇനി നിമിഷങ്ങളേ ഉള്ളൂ. ഞാൻ പൊയ്ക്കോട്ടെ? നീ പോയാൽ പിന്നെ എനിക്കാരാ കുട്ടി? ചന്ദ്രൻ